നമസ്കാരം. പ്രധാന വാർത്തകൾ. അധികാരം നിലനിർത്താൻ വേണ്ടി ലീഗിന്റെ തീവ്രവാദ നിലപാടുകളെ സംരക്ഷിക്കുന്ന നയങ്ങളാണ് ഉമ്മൻചാണ്ടിയുടേതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ലീഗിന് അധികാരത്തിന്റെ മത്ത് പിടിച്ചിരിക്കുകയാണെന്നും പിണറായി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ വേതനം ലഭിക്കാതെ പണിയെടുക്കുന്നു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ 3 മാസമായി പദ്ധതി തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചില്ല. ഒറ്റപ്പാലം നഗരസഭയിലെ 16ലധികം റോഡുകളുടെ പ്രവൃത്തിയിൽ അഴിമതിയെന്ന പരാതി. വിജിലൻസ് സംഘം റോഡും നഗരസഭാ ഓഫീസിലും പരിശോധന നടത്തി. ആശങ്ക വർദ്ധിപ്പിച്ച് മണ്ണാർക്കാട്ടെ എൻഡോസൾഫാൻ ശേഖരം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിൽ നിന്നും എൻഡോസൾഫാൻ നീക്കം ചെയ്യുന്ന നടപടികൾ അനന്തമായി നീളുന്നു. കാരുണ്യത്തിന്റെ കനിവിനായി ഒരമ്മയും മകനും. കഴിഞ്ഞ 15 വർഷമായി മകന്റെ ചികിത്സയ്ക്ക് കൂട്ടിരിക്കുകയാണ് ഈ വൃദ്ധയായ അമ്മ. വരൂ, സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറുപ്പളശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അധികാരം നിലനിർത്താൻ വേണ്ടി ലീഗിന്റെ തീവ്രവാദ നിലപാടുകളെ സംരക്ഷിക്കുന്ന നയങ്ങളാണ് UDF സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ലീഗിന് അധികാരത്തിന്റെ മത്ത് പിടിച്ചിരിക്കുകയാണെന്നും പിണറായി പട്ടാമ്പിയിൽ പറഞ്ഞു. CPM സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. തീവ്രവാദ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആദ്യമായല്ല സർക്കാരിൽ ആകുന്നത്. ഇപ്പോഴത്തെ പ്രത്യേകത എന്താ? ഇപ്പോഴത്തെ പ്രത്യേകത ലീഗിന് അധികാരത്തിന്റെ മത്ത് തലക്ക് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തീവ്രവാദ ശക്തികളുമായി വല്ലാത്തൊരു ബന്ധമാണ്. ഒരുതരം തീവ്രവാദ നിലപാട് പല കാര്യങ്ങളിലും ഉണ്ടാവുകയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് UDF സ്വീകരിക്കുന്നത്. UDFന് പ്രയാസകരമാകുന്ന ഒന്നും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇവിടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം N ഉണ്ണികൃഷ്ണൻ, P മമ്മിക്കുട്ടി, NP വിനയകുമാർ, TK നാരായണദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മൂന്ന് മാസമായി വേതനം ലഭിക്കാതെയാണ് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത്. പുതിയ സാമ്പത്തിക വർഷത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്കുള്ള വേതനമായി 1 രൂപ പോലും സർക്കാർ അനുവദിച്ചിട്ടില്ല. ശ്രീകൃഷ്ണപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. സ്ത്രീ പുരുഷ വ്യത്യാസം കൂടാതെ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും വർഷത്തിൽ 100 ദിവസം തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്നതിന് നിയമപരിരക്ഷയുള്ള പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 15 ദിവസത്തിനകം തൊഴിലാളികൾക്ക് വേതനം നൽകണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് 3 മാസമായിട്ടും തൊഴിലാളികൾക്ക് വേതനം നൽകാത്തത്. 2012 ഏപ്രിൽ മാസം മുതൽ ഗ്രാമപഞ്ചായത്ത് അക്കൗണ്ടിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മുഖേന 1 രൂപ പോലും വന്നു ചേർന്നിട്ടില്ല. 2011-2012 സാമ്പത്തിക വർഷത്തിൽ ബാക്കി നിൽക്കുന്ന തുക കഴിയുന്നതുവരെ മാത്രമാണ് തൊഴിലാളികൾക്ക് വേതനം നൽകുന്നത്. പല ഗ്രാമപഞ്ചായത്തുകളിലും ഈ തുക ഏപ്രിൽ മാസത്തിൽ തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി വിഹിതം സംസ്ഥാന ജില്ലാ തലങ്ങളിൽ കാലതാമസം കൂടാതെ എത്താത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായി പറയുന്നത്. എന്നാൽ വേതനം എന്നു ലഭിക്കുമെന്ന കാര്യത്തിൽ മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് പദ്ധതി അധികൃതർ. സ്കൂൾ തുറക്കുന്ന സമയമായിട്ട് പോലും വേതനം ലഭിക്കാത്തതിൽ മറ്റു മേഖലകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് പദ്ധതി തൊഴിലാളികൾ. പദ്ധതി യോജിച്ച പ്രവർത്തനങ്ങളിലൂടെ തൊഴിലുറപ്പ് രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം ഇതോടെ പിറകോട്ട് പോയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലും തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും പിന്മാറാതിരിക്കുകയാണ് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലാളികൾ. ഗ്രാമപഞ്ചായത്തിന്റെ 6ാം വാർഡിലെ പുഞ്ചപ്പാടം മണൽക്കുളം നവീകരണത്തിന്റെ തിരക്കിലാണ് പദ്ധതി തൊഴിലാളികൾ. 32 തൊഴിലാളികളാണ് ഇവിടെ പണിയെടുക്കുന്നത്. 50 സെന്റ് വരുന്ന മണൽക്കുളത്തിന്റെ എസ്റ്റിമേറ്റ് തുക 43,000 രൂപയാണ്. ഈ രംഗത്ത് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും പദ്ധതി പ്രവർത്തനങ്ങൾ നിലനിർത്താൻ തന്നെയാണ് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ തീരുമാനം. ഒറ്റപ്പാലം നഗരസഭയിലെ 16ഓളം റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തിയിൽ അഴിമതിയുണ്ടെന്ന പരാതിയിൽ വിജിലൻസ് പരിശോധന നടത്തി. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലാണ് വിജിലൻസ് സംഘം പരാതിയുള്ള റോഡുകൾ പരിശോധിച്ചത്.
ഒറ്റപ്പാലം നഗരസഭയിലെ 16ഓളം റോഡ് നിർമ്മാണ പ്രവൃത്തികളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും അഴിമതിയുണ്ടെന്നും കാണിച്ച് വരോട് സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. കോൺക്രീറ്റ് ചെയ്ത റോഡുകളിലും ടാർ റോഡുകളുടെയും വിശദമായ പരിശോധനയാണ് വിജിലൻസ് സംഘം നടത്തിയത്. ഒറ്റപ്പാലം മാത്തൂർ മനത്തൊടി റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തികളുടെ വിശദാംശങ്ങൾ സംഘം ശേഖരിച്ചു. രാവിലെ 10 മണിയോടെ നഗരസഭയിലെത്തിയ വിജിലൻസ് 11 മണിയോടെയാണ് റോഡുകളുടെ പരിശോധന ആരംഭിച്ചത്. തിരുവനന്തപുരം വിജിലൻസ് ഡയറക്ടറിലേക്ക് നേരിട്ടയച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന. വിജിലൻസ് CI PB ബാബുരാജ്, SI മാരായ P ഭാസ്കരൻ, PV എബ്രഹാം, ഹെഡ് കോൺസ്റ്റബിൾമാരായ രാജീവ്, നീരജ് എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. റോഡുകളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ PWD AXE ഉണ്ണികൃഷ്ണനും വിജിലൻസ് സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. മണ്ണാർക്കാട്ടെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ നീക്കം ചെയ്യാനുള്ള നടപടി അനന്തമായി നീളുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്നതിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ മണ്ണാർക്കാട് എത്തിയിരുന്നുവെങ്കിലും ചില രാഷ്ട്രീയ പാർട്ടികളുടെ നിരുത്തരവാദപരമായ തീരുമാനമാണ് പ്രശ്നം പരിഹരിക്കാനാവാതിരുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മണ്ണാർക്കാട് തെങ്കരയിലുള്ള കശുമാവിൻ തോട്ടത്തിൽ 10 വർഷത്തിലധികമായി എൻഡോസൾഫാൻ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട്. എൻഡോസൾഫാൻ നിറച്ച ടിന്നുകൾ തുരുമ്പിച്ച് തുടങ്ങിയതിനാൽ അത് ചോർന്നൊലിച്ച് മണ്ണിലും വായുവിലും കലർന്നാൽ മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണി ഇടപെട്ട പ്രതിരോധ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്നതിനായി മണ്ണാർക്കാട്ടേക്ക് അയച്ചത്. ഉദ്യോഗസ്ഥർ മണ്ണാർക്കാട് എത്തിയതോടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ പരിസരത്തുള്ളവരും ഒരു വിഭാഗം തൊഴിലാളികളും എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്ന് ഇടത് വലത് സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. വിഷയം താലൂക്ക് സഭയിലും ചർച്ച ചെയ്തെങ്കിലും ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം വകവയ്ക്കാതെ സംഘടനകൾ പ്രതിഷേധം തുടർന്നു. തുടർന്ന് പാലക്കാട് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലും ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെ ഡൽഹിയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ മടങ്ങി. അന്ന് എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്നതിന് എതിരു നിന്നവർക്ക് ഇന്ന് കുറ്റബോധമുണ്ട്. എന്നാൽ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലാണ് ഇവരും. വീണ്ടും മഴക്കാലമായതോടെ എൻഡോസൾഫാൻ ചോർന്ന് മണ്ണിൽ കലർന്നാൽ പ്രശ്നങ്ങളുണ്ടായേക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പ്രശ്നം ഗുരുതരമായി തന്നെ നിലനിൽക്കെ പ്രശ്നപരിഹാരത്തിന് ആരുമില്ലെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. കാരുണ്യത്തിന്റെ കനുവ് തേടി ഒരമ്മയും മകനും. കഴിഞ്ഞ 15 വർഷത്തോളമായി ഇവരുടെ ജീവിതം ആശുപത്രി കിടക്കയിലാണ്. നെല്ലായ പറമ്പിൽ പീടിക നബീസയുടെ മകൻ 48 വയസ്സുകാരനായ അബൂബക്കർ 15 വർഷം മുൻപ് കോട്ടയ്ക്കലിൽ വെച്ച് ചുമടുമായി പോകുമ്പോൾ പാലത്തിന് മുകളിൽ നിന്നും വീണാണ് നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചത്. 15 വർഷമായി കിടപ്പിലാണ്. 70 വയസ്സ് പ്രായമുള്ള അമ്മയല്ലാതെ അബൂബക്കറിനെ സഹായിക്കാനോ പരിചരിക്കാനോ മറ്റാരുമില്ല, സഹോദരങ്ങൾ പോലും. കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ്, ചെർപ്പുളശ്ശേരി ഗവൺമെൻറ് ആശുപത്രി, 15 വർഷത്തിനിടെ നിരവധി ആശുപത്രികളിൽ ചികിത്സ തേടി. ഉണ്ടായിരുന്ന 5 സെന്റ് സ്ഥലവും വീടും വിറ്റിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത്. അത് പരാജയപ്പെട്ടു. വിവാഹിതനായ അബൂബക്കർ ഇനി നടക്കാനാകില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ ഭാര്യയും ഉപേക്ഷിച്ചുപോയി. ചെർപ്പുളശ്ശേരിയിലെ മഞ്ചക്കല്ലിലെ 4 സെന്റ് കോളനിയിലാണ് താമസം. അബൂബക്കർ ഇപ്പോൾ ചികിത്സയിലുള്ള ചെർപ്പുളശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ ഞങ്ങളെത്തി. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങളെ അടുത്തു വിളിച്ച് അബൂബക്കർ ചെവിയിൽ പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ കാലം കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? അബൂബക്കറിൻ്റെ ഈ ചോദ്യം ഞങ്ങൾ ഈ സമൂഹ മനസ്സാക്ഷിക്ക് കൈമാറുന്നു. ഇതുപോലുള്ളവരെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന മനുഷ്യത്വം വറ്റാത്ത ഒരു കൂട്ടം സംഘടനകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവരുടെ ശ്രദ്ധയെ കൂടി അബൂബക്കറിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. ഈ അമ്മയെയും മകനെയും ഇനിയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. നന്മ പറ്റാത്തൊരു സമൂഹം എവിടെയോ ഉണ്ടെന്ന തിരിച്ചറിവ്. ഇവർ കാതോർക്കുന്നു സുമനസ്സുകളുടെ കാരുണ്യത്തിൻ്റെ കാലൊച്ചകൾക്കായി. ഇടവേള.